ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ഒരു ചൂടുള്ള ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നമുക്ക് ദാഹവും വിശപ്പൊക്കെ മാറ്റാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പാലിത നന്നായിട്ടൊന്ന് ചൂടായിട്ട് തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ റാഗി സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് കഴുകിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ സേമിയ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. റാഗി സേമിയ ആകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തിയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അധികം കട്ടിയില്ലാത്തൊരു സേമിയാണ്. ഒരു 2 തിള വന്നാൽ തന്നെ ഈ ഒരു സേമിയ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും നമുക്കിതാ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കസ്റ്റാർഡൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു സേമിയയുടെ മിക്സ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സേമിയ നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന ഉടനെ തന്നെ ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ടയായിട്ട് വരും. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് തണുത്ത പാല് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. എത്രയാണോ നമുക്ക് കട്ടി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ തിക്നെസ്സിലാവും ഇഷ്ടമുണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ എത്രയാണോ ലൂസ് വേണ്ടത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാൽ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാരയും പാലും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ തണുത്ത പാൽ ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ ഇതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ്, വേറൊരു പാത്രത്തിലാക്കിയിട്ട്. ഇപ്പോൾ അതാ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അല്പം ബ്ലാക്ക് കസ്കസ് കുതിർത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ഒരു 1/4 കപ്പ് ആപ്പിൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് മാങ്ങ മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് മധുരമുള്ള ഫ്രൂട്ട്സ് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. പുളി മാങ്ങയൊക്കെ ചില സീസണിലൊക്കെ പുളി ഉണ്ടാവും. അപ്പോൾ പുളിയുള്ള മാങ്ങയൊന്നും ചേർത്ത് കൊടുത്താൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കസ്റ്റാർഡും ഈ ഒരു സേമിയയും കൂടെ ചേർന്നാൽ. പിന്നെ തണുപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കൊരു 2-3 ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ മതി കേട്ടോ. നമുക്ക് വയറൊക്കെ നിറയാനും അതുപോലെ ദാഹം മാറാനും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ സാധാരണ സേമിയ അല്ല, ഇത് റാഗി സേമിയാണ്. അതുകൊണ്ട് സാധാരണ സേമിയത്തിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് കൊഴുപ്പുണ്ടാവില്ല കേട്ടോ ഈ ഒരു സേമിയക്ക്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി മറ്റൊരു